മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 26-27 വാക്യം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3 verses 26 and 27. അവർ യോഹന്നാനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു തോട്ടക്കാരൻ തന്റെ തോട്ടത്തിൽ വാഴയും തെങ്ങും നട്ടു. വാഴ തളർച്ചു വളർന്ന് ഇലയുണ്ടായി, ഫലമുണ്ടായി. തെങ്ങാകട്ടെ പതുക്കെ വളർന്നു വരികയാണ്. അപ്പം വാഴ തെങ്ങിനോട് ചോദിച്ചു, എടാ, എന്നെ ഒന്നിച്ചല്ലേ നടത്തുന്നത്, നിനക്കിതുവരെ ഫലവും തരാൻ മേല, നീ ഉമ്മ നിലം വഴക്കുക, നിനക്കൊടുന്നതിന് കൊള്ളാം. കുറച്ചുകൂടെ കഴിഞ്ഞ് വാഴ കുലച്ചു. വാഴ കുലച്ച് ഫലമായി കഴിഞ്ഞപ്പോൾ കർഷകൻ വന്ന് ആ കൊല വെട്ടിക്കളഞ്ഞ് വാഴയുടെ തടം തെങ്ങിന് വളമായിട്ടിട്ടു. ഉടനെ തെങ്ങ് പറഞ്ഞു, നിനക്കിപ്പോ വല്ലതും മനസ്സിലായോ? എടാ, എല്ലാത്തിനെയും കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എനിക്ക് പെട്ടെന്ന് ഫലം തരാനുള്ളതല്ല, വളർന്ന് വലുതായി വർഷങ്ങളോളം ഫലം കൊടുക്കാനുള്ള വിളിയാണ്. നിനക്കങ്ങനെയല്ല, നിനക്ക് അപ്പോൾ ഫലം കൊടുക്കാനാണ്. അപ്പോൾ നിന്റെ ജീവിതം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ട് നിന്റെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞാൻ പരിശ്രമിക്കാം എന്ന് തെങ്ങ് വാഴയോട് പറയുന്നു. ഞാൻ പറയാൻ കാരണം, ഇവിടെ ഈശോയുടെ അടുത്തേക്ക് ആളുകൾ വരാതെ സ്നാപകന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈശോ പരാതി പറയുകയല്ല. ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ആ ഒരു മനോഭാവത്തോടെ നമ്മുടെ അനുദിന ജീവിതത്തെ കാണാൻ നമുക്ക് കഴിയണം. എല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.